ഇതാ ടീച്ചറല്ലേ? കാണാതായ ടീച്ചർ. പള്ളി വെച്ച് പപ്പയും മമ്മിയും കണ്ടു അല്ലേ? മൈ കസ്റ്റഡി, നോ രക്ഷ. ചലിക്കാൻ പറ്റില്ല പപ്പ. ഇതാരാ? ഇതാ ടീച്ചറല്ലേ? കാണാതായ ടീച്ചർ. അതെ അതെ, ഇത് അയ്യോ, ഇത് അവര് തന്നെ. മദറേ, മദറേ, വീഴും. മദറേ, മദറൊന്ന് നിന്നേ. എന്താ ഫിലിപ്പോസേ? ആ മുറിയിലുള്ള തള്ള ഏതാ? എന്താ കുഴപ്പമാ മദറേ? അവരാ നിർമ്മല ടീച്ചറാ. കാണാതായ നിർമ്മല ടീച്ചറെ. കാണാതായോ? അതെന്നെ. പോലീസും പാർട്ടീസൊക്കെ അവരെ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത് ഫിലിപ്പോസ് എങ്ങനെ അറിഞ്ഞു? എന്റെ മദറെ, ഫിലിപ്പോസ് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആ താലോലത്തിൽ അരുന്ധതി മേനോനും മറ്റും ടീച്ചറെ കണ്ടില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. കൊന്നതാണെന്നോ ചത്തതാണെന്നോ എന്നൊക്കെയാ കേൾവി. അല്ല, ഇവരിവിടെ എങ്ങനെ വന്ന് പെട്ടു? ആ, എന്നാ ഞാൻ വേഗം താലോലത്തിൽ ചെന്ന് വിവരം പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അല്ല, അതിപ്പോ ആര് പറഞ്ഞാലും ഒരുപോലെ അല്ലേ? അല്ല, ലേറ്റാവണ്ടെന്ന് വിചാരിച്ച നമ്മള് പറയുന്നതിന് മുമ്പ് പോലീസ് എങ്ങാനും ഇവരെ ഇവിടെ വെച്ച് കണ്ട നമ്മൾ അകത്ത് പോവും. എന്നിട്ട് കിഡ്നാപ്പ് ആണെന്ന് പറഞ്ഞ് കേസെടുക്കുകയും ചെയ്യും. ഇതേ IPC 119 കേസ്. അതുകൊണ്ട് പറഞ്ഞതാ. ഫിലിപ്പോസ് എന്താ ഇപ്പോഴും വക്കീൽ ഗുമസ്തനാണോ? അതോ? ക്ഷമിക്കണോ മദറെ, ഞാനത് ഓർത്തില്ലായിരുന്നു. അണ്ണാമൂത്താലും മതി മതി. ഓ, കൊണ്ടോയില്ല. ഞാനും ക്ലാരമ്മ പള്ളിയിൽ പോയപ്പോ വല്ലവത്തിന് കാറി വന്നിട്ട് കരയും ചെയ്തു. എന്നിട്ടും ക്ലാരമ്മ കൊണ്ടോയില്ല മദറമ്മേ. സ്നേഹമോള് ആരുടെ കാര്യം പറയുന്നത്? അതല്ലേ സ്നേഹമുള്ള വല്ലവത്തിന് വല്ലമെത്തി എന്നെ എടുക്കുകയും ചെയ്തു. നല്ല വല്ലവൃത്തിയാ. ആര്? തരകൻ സാർ മോളി ചേച്ചിയോ? ക്ലാരമ്മ കെട്ടിപ്പിടിച്ചോണ്ട് കരഞ്ഞു. എന്നെ എടുക്കുകയും ചെയ്തു. തരകൻ സാറും മോളി ചേച്ചിയും തന്നെ ആയിരിക്കും അത്. എല്ലാം കലങ്ങി തെളിഞ്ഞു കർത്താവേ. എന്റെ കർത്താവേ, കലക്കാവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഫിലിപ്പോസ് കുഞ്ഞാടിന്റെ അന്നം മുട്ടിക്കാൻ ഇടയാക്കല്ലേ. വേണ്ട, ക്ലാരമ്മ ഞാൻ കൂട്ടില്ല. എനിക്ക് കാണണ്ട. ഞാൻ ടീച്ചറമ്മയോട് പോവാ. ടീച്ചറമ്മ എനിക്ക് കഥ പറഞ്ഞു തരുമല്ലോ. ടീച്ചറമ്മ അവിടെ ഉണ്ട് സിസ്റ്ററെ. ക്ലാര, നിനക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ല മദർ. പിന്നെന്താ പള്ളിയിൽ നിന്ന് വന്ന ഉടനെ നീ കയറി കിടന്നു കളഞ്ഞത്? നീ എന്തിനാ സ്നേഹമോളോട് പിണങ്ങിയത്? പള്ളി വെച്ച് പപ്പയും മമ്മിയും കണ്ടു അല്ലേ?
യാദൃച്ഛികമായിട്ടാണോ അതോ? എന്നെ കാണാൻ വന്നതാ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്നിട്ട് ക്ലാര എന്തു പറഞ്ഞു? മദറിനോട് ചോദിച്ചിട്ട്. എന്നോട് ചോദിക്കുന്നതും മറ്റും അല്ലല്ലോ പ്രധാനം, സ്നേഹമോളുടെ കാര്യല്ലേ. സ്നേഹമോളുടെ കാര്യത്തില് എതിർപ്പൊന്നുമില്ല. അപ്പോ ഞാൻ എന്റെ മോളെ കൊണ്ട് പൊയ്ക്കോട്ടെ മാഗിയമ്മ? എന്താ മാഗിയമ്മേ, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് മാഗിയമ്മയ്ക്ക് ഇഷ്ടമല്ലേ? നീ എന്താ ചോദിച്ചത്? തിരിച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ലേന്നോ? കൊള്ളാം. ഓർഫനേജിൽ വന്ന നാൾ മുതൽ തിരിച്ചു പോകാൻ വേണ്ടി ഞാനല്ലേ ക്ലാര നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്? എന്നിട്ടിപ്പോ ആ എന്നോട് തന്നെ നീ? അതല്ല മാഗിയമ്മേ, പെട്ടെന്ന് മാഗിയമ്മയുടെ ഭാവമാറ്റം കണ്ടപ്പോ ഞാൻ. ക്ലാരെ, നിനക്കറിയാലോ, ആരും ഒരിക്കലും അനാഥാലയങ്ങളിലെ അന്തേവാസികളാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങൾ. ഓരോരുത്തർക്കും സുരക്ഷിതമായ ഒരു ജീവിതം ലഭിക്കണമേ എന്ന് കർത്താവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർ. മദർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എനിക്കറിയാം ക്ലാര എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹമോളുടെ കാര്യത്തിൽ ക്ലാര ആരെയൊക്കെയോ ഭയക്കുന്നു, ഈ എന്നെ പോലും. എന്താ ശരിയല്ലേ മദർ? ഇത്രയും നാൾ സ്നേഹമോൾക്ക് മറ്റാരും അവകാശികളില്ലെന്ന് ക്ലാര വിശ്വസിച്ചു. ഇനി ആരും അവളെ തേടി വരില്ലെന്നും ക്ലാര ആശ്വസിച്ചു. എന്നിട്ടിപ്പോ കൈയെത്തും ദൂരത്ത് അവളുടെ അവകാശികൾ എത്തിയപ്പോ അവരറിയാതെ സ്നേഹമോളെ കൊണ്ട് സുരക്ഷിതമായ ഒരിടം തേടി പോകാൻ ക്ലാര വ്യഗ്രതപ്പെടുന്നു. ക്ലാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് തികച്ചും ക്രൂരതയല്ലേ മോളെ? എന്ത് ക്രൂരത? എന്ത് ക്രൂരതയാണെന്നാ മദർ പറയുന്നത്? ഇത്ര നാളും അവൾക്ക് ആരും ഇല്ലായിരുന്നല്ലോ, ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോ അവൾ എന്റെ മോളാ, എന്റെ മാത്രം മോളാ. അല്ല ക്ലാരെ, അവൾക്ക് അമ്മ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മുത്തശ്ശിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്, ബന്ധുക്കളുണ്ട്. ഇല്ല, അവൾക്ക് ആരുമില്ല, ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാം എല്ലാം മദറിന് അറിയാവുന്നതല്ലേ? ക്ലാരെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴുണ്ടാവുന്ന ദുഃഖം എന്താണെന്ന് നല്ലപോലെ അറിഞ്ഞവളാണ്. അതേ ദുഃഖം അനുഭവിക്കുന്ന ഒരു പാവ സ്ത്രീയാണ് ആ മുറിയിലിരിക്കുന്നത്. ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും ബാക്കിയില്ലാതെ മരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു പാവ അമ്മ. ആ സ്ത്രീയുടെ മകളുടെ കുഞ്ഞാണ് സ്നേഹ എന്നറിയുമ്പോൾ ഒരു പക്ഷേ ഒരു വിലപ്പെട്ട ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന സന്തോഷത്തിന് ദൈവം നിനക്ക് പ്രതിഫലം തരും. ഒരു പുതിയ ജീവിതം. വേണ്ട, എനിക്ക് ആ ജീവിതം വേണ്ട. എനിക്ക് എന്റെ മോള് മാത്രം മതി. ക്ലാരെ, നിനക്ക് പപ്പയുണ്ട്, മമ്മിയുണ്ട്, സഹോദരനുണ്ട്. എന്നാൽ പാവം ആ സ്ത്രീക്കോ? അവർക്കാരാ ഉള്ളത്? ആ സ്ത്രീയുടെ കണ്ണുനീർ നീ എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും മോളെ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല മാഗിയമ്മ. എനിക്ക് എന്റെ സ്നേഹമോളെ പിരിയാനാവില്ല. അവളെ ഞാൻ നോക്കിക്കോളാം, സ്വന്തം അമ്മയെ പോലെ സംരക്ഷിച്ചോളാം. എന്നാലും എന്റെ മോളെ വിട്ടുകൊടുക്കാൻ മാത്രം പറയല്ലേ മാഗിയമ്മ. Check. Check.
കുടുങ്ങിയോടി? പിന്നെ കുടുങ്ങാതെ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ പറ്റട്ടെ. ദേ ആന. മൈ കസ്റ്റഡി, നോ രക്ഷ. ചലിക്കാൻ പറ്റില്ല പപ്പ. ഇവിടെ ഇരുന്ന് എന്റെ കുതിരേന്തിയെ. ആ കുതിരയല്ലേ എന്റെ മന്ത്രി വെട്ടിയത്, അത് ഓർമ്മയില്ലേ? എടി എടി എടി, കള്ളത്തരം വേണ്ട. വെക്കടി എന്റെ കുതിര ഇവിടെ. പപ്പ ഞാനതിനെ വെട്ടി. നോ നോ നോ, ഐ കോണ്ട് ബിലീവ് ഇറ്റ്. നീ അതിനെ വെട്ടിയില്ല. എടി, കഴിഞ്ഞ കളിക്ക് ഞാൻ അതിനെ ഇങ്ങോട്ട് വെച്ചതാണല്ലോ. കള്ളത്തരം കാണിച്ച് എന്നെ പൂട്ടാവുന്നോ നിന്റെ ഭാവം? വെക്കടി എന്റെ കുതിര ഇവിടെ. വന്നല്ലോ, എന്നോടാണോ നിന്റെ കള്ളക്കളി? എടി, എന്നും നീ ഇങ്ങനെയൊക്കെ തന്നെ അല്ലയോ ജയിക്കുന്നേ? അതെ, കളിക്കാനിരുന്നാലേ അതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നോളണം. അല്ലാതെ ആ സമയത്ത് കോടതിയും ജഡ്ജിയും ഒക്കെ ചിന്തിച്ചിരുന്നാലേ ഇങ്ങനെ ഇരിക്കും. ഓഹോ, അപ്പോ കണ്ണ് തപ്പിയാ നീ കള്ളത്തരം കാണിക്കും അല്ലയോ? ചീറ്റ് ടു വിൻ. യുദ്ധത്തിന് അങ്ങനെയും ചില തന്ത്രങ്ങളുണ്ട് പപ്പ. ബി കെയർഫുൾ. സ്വന്തം പപ്പയോട് തന്നെ വേണോടി നിന്റെ കള്ളത്തരം. ചോടുണ്ടോടി നിനക്ക്? എന്നെ ഒന്ന് തോപ്പിക്കാവോ? ഞാൻ അവിടെ ഉണ്ടെന്നോർത്ത് പപ്പ തന്നെ കളിച്ചാ മതി. അച്ചായ, ഇതാ ചായ. വെറുതെ ഞാനിങ്ങനെ ഇരുന്നപ്പോ ഓരോന്ന് ഓർത്തു പോയതാ. ഈ മനസ്സ് നിറയെ അവളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും പള്ളിമുറ്റത്ത് വെച്ച് അവളെ കണ്ടപ്പോ കുറച്ചുകൂടെ സ്നേഹത്തോടെ അവളോട് സംസാരിക്കാറുന്നില്ലേ? ഞാൻ അച്ചായനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കുറച്ചുകൂടെ സോഫ്റ്റായി സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നേരം തന്നെ ക്ലാരമോൾ നമ്മളോടൊപ്പം വന്നേനെ. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ക്ലാരമോളെ കാണുന്നത്. ആ നിമിഷം പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ആയിരുന്നു എൻ്റെ മനസ്സ്. ഞാനൊന്ന് സോഫ്റ്റായി പോയിരുന്നുവെങ്കിൽ അവിടെ മുൻപിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുമായിരുന്നേനെ. പള്ളിമുറ്റത്ത് വെച്ച് അങ്ങനെ ഒരു സീൻ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാണ്. എനിക്ക് മനസ്സിലായി അച്ചായ, എനിക്കത് മനസ്സിലായി. അവളുടെ മുന്നിൽ അത്രയ്ക്കും കർശനക്കാരനാവാനൊന്നും അച്ചായനാവില്ല എന്ന് എനിക്കറിയാം.